RLS അല്ലെങ്കിൽ റോൾ ലെവൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഡാറ്റ നമുക്ക് എല്ലാവർക്കും ഇത് നമുക്ക് ഷോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മാനേജർക്ക് മേ ബി മുഴുവനായിട്ട് കാണിക്കാം. നമ്മുടെ പുതിയൊരു സ്റ്റാഫ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഡാറ്റ മുഴുവനായിട്ട് അവിടെ കാണിക്കണം എന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ആൾക്കും റോൾസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ മാനേജറിന് എന്തൊക്കെ കാണണം, അതുപോലെ വേറൊരു സ്റ്റാഫിന് എന്തെല്ലാം കാണണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. മാനേജർ റോൾസിൽ പോയിട്ട് ഓൾറെഡി ഞാൻ മാനേജർ എന്ന് പറഞ്ഞിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ന്യൂ കൊടുത്തു. അതിൻ്റെ പേര് മാറ്റിയിട്ട് നമ്മുടെ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ന്യൂ സ്റ്റാഫിന് ജസ്റ്റ് പേര് കൊടുത്തു. എന്നിട്ട് എനിക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വന്നിട്ടുള്ള ഈ പുതിയ സ്റ്റാഫിന് ഇതിൻ്റെ അകത്തുള്ള സൗത്ത് റീജിയനിലുള്ള സെയിൽസ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ന്യൂ എന്ന് കൊടുത്തിട്ട് കാറ്റഗറി മാറ്റിയിട്ട് നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യും. ഏതാണോ എനിക്ക് കോളം ഫിൽറ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ റീജിയൻ സെലക്ട് ചെയ്തു. ഈക്വൽസ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സൗത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ സൗത്ത് റീജിയൻ മാത്രമാണ് ഇനി ഈ ഒരു ന്യൂ സ്റ്റാഫിന് കാണാൻ പറ്റും. ഞാനിവിടെ സേവ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വ്യൂ ആസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ വ്യൂ ആസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ന്യൂ സ്റ്റാഫിൻ്റെ ആ ഒരു വ്യൂ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ന്യൂ സ്റ്റാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിൽ സൗത്ത് റീജിയൻ മാത്രമേ കാണൂ. നമുക്ക് സൗത്ത് റീജിയൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ സ്ലൈസറിൻ്റെ അകത്തേക്ക് ഞാൻ ജസ്റ്റ് റീജിയനെ ഡ്രാഗ് ചെയ്തെടുത്തു. ഇതിൻ്റെ അകത്ത് സൗത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാനിത് വീണ്ടും ആ വ്യൂ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ടുള്ള ആൾക്കാരെ കാണും. സെൻട്രൽ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. വീണ്ടും എനിക്ക് ആ ഒരു ന്യൂ സ്റ്റാഫിൻ്റെ വ്യൂയിലേക്ക് പോകണമെങ്കിൽ ന്യൂ സ്റ്റാഫിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്താൽ സൗത്ത് മാത്രം കാണും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള വിഷ്വൽസിൽ മാറ്റം വരും. ഞാനിവിടെ ഒരു കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് സം ഓഫ് സെയിൽസ് കൊടുക്കണം എന്ന് വിചാരിക്കാം. സെയിൽസിൻ്റെ അടുത്ത് ഫീൽഡിലേക്ക് ഇട്ടു. സം ഓഫ് സെയിൽസ് ഇവിടെ 391,000 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് റീജിയൻ്റെ മാത്രമാണ്. അതായത് നമ്മുടെ ഈ ന്യൂ സ്റ്റാഫ് സൗത്ത് റീജിയൻ്റെ സെയിൽസ് മാത്രമേ കാണുന്നുള്ളൂ. മുഴുവനായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ന്യൂ സ്റ്റാഫിൻ്റെ വ്യൂ ജസ്റ്റ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കാണുന്നുണ്ട്. ടോട്ടൽ നമ്മൾ 2.3 മില്യൺ സെയിൽസ് ഉണ്ട്. വീണ്ടും അതിലേക്ക് പോകണമെങ്കിൽ വ്യൂ ആസിൽ പോയിട്ട് നമുക്ക് ന്യൂ സ്റ്റാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം. റീജിയനിൽ ചെയ്യാം, വേണമെങ്കിൽ സെയിൽസിൽ ചെയ്യാം. സെയിൽസിൽ തന്നെ നമുക്ക് ഒരു 1000 റുപ്പീസിന് മുകളിലോട്ട് സെയിൽസിലുള്ള ആളെ മാത്രം കണ്ടാൽ മതി. അങ്ങനെയും ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങനെ വ്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ RLS അല്ലെങ്കിൽ റോൾ ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്.